ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവർ ഗ്രിഡിൽ വന്നിട്ടുള്ള പുതിയ റിക്രൂട്ട്മെന്റിനെ കുറിച്ചാണ്. ജൂനിയർ എഞ്ചിനീയർ, അതായത് സർവേ എഞ്ചിനീയറിംഗിൽ ജൂനിയർ എഞ്ചിനീയർ, സർവേയർ, ഡ്രാഫ്റ്റ്മാൻ എന്നീ പോസ്റ്റിലേക്കാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. നമ്മുടെ ആദ്യത്തെ വേക്കൻസി ജൂനിയർ എഞ്ചിനീയർ എന്ന പോസ്റ്റിലേക്കാണ്. സർവേ എഞ്ചിനീയറിംഗ് ആണ് വരുന്നത്. പേ സ്കെയിൽ 26,000 രൂപ മുതൽ 1,10,000 രൂപ വരെ അവർ സാലറി കൊടുക്കുന്നുണ്ട്. 31 വയസ്സാണ് ഉയർന്ന പ്രായപരിധി വരുന്നത്. മാക്സിമം 31 വയസ്സ് വരെയാണ്. പിന്നെ കൂടാതെ OBC അതുകൂട്ടുള്ള കാറ്റഗറിയിൽ SC/ST കാറ്റഗറിയിലേക്ക് ഇളവുകളും വരുന്നുണ്ട്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്നത് 3 ഇയർ ഡിപ്ലോമ കോഴ്സസ് ആണ്. ഫുൾ ടൈം റെഗുലർ ആയിട്ടുള്ള 3 ഇയർ ഡിപ്ലോമ കോഴ്സസ് ഇൻ സർവേ എഞ്ചിനീയറിംഗ് ഓർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് വരുന്നത്. അതിൽ സർവേ ഒരു സബ്ജക്റ്റ് ആയിരിക്കണം. വിത്ത് 70% ഓഫ് മാർക്ക്, 70% മാർക്കും ആവശ്യമാണ്. പിന്നെ എസെൻഷ്യൽ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വേണമെന്ന് അവർ പറയുന്നുണ്ട്. അത് ഏറ്റവും കുറഞ്ഞത് 4 വർഷത്തെ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വേണം. വിത്ത് 2 ഇയേഴ്സ് വിത്ത് മിനിമം മന്ത്ലി ഗ്രോസ് വേജസ് ഓഫ് 25,000, 25,000 രൂപയുടെ മിനിമം മന്ത്ലി ഗ്രോസേജ് വരുന്ന ഒരു പോസ്റ്റിലായിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാവേണ്ടത്. അതുകൊണ്ട് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പ്രൊഫൈൽ കൂടി അവർ ചോദിച്ചിട്ടുണ്ട്. അതും അറ്റ്ലീസ്റ്റ് 4 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ സർവേയിങ് ഇൻ ട്രാൻസിഷൻ ലൈൻ വിത്ത് ടോട്ടൽ സ്റ്റേഷൻ. സർവേയിങ് ട്രാൻസ് ലൈനിൽ ഏറ്റവും കുറഞ്ഞത് 4 വർഷത്തെ എക്സ്പീരിയൻസും ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്ത വേക്കൻസി വരുന്നത് പോസ്റ്റ് സർവേയർ എന്ന പോസ്റ്റിലേക്കുള്ള വേക്കൻസികളാണ്. അതിൻ്റെ പേ സ്കെയിൽ വരുന്നത് 22,000 തൊട്ട് 85,000 വരെയാണ്. മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് 32 വയസ്സ്. അതുകൊണ്ട് തന്നെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്ന ഫുൾ ടൈം ആയിട്ടുള്ള ഒരു റെഗുലർ ITI സർവേയർ ആയിട്ടുള്ള ഒരു ITI സർട്ടിഫിക്കറ്റ് വേണം. അത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ളത്. അതുകൂട്ട് തന്നെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വരുന്നത് മിനിമം 21,500 രൂപ നമ്മൾ മന്ത്ലി വേജ് വാങ്ങിച്ചിട്ടുള്ള ഒരു എംപ്ലോയർ ആയിട്ടുള്ളത് വേണം. അതും അറ്റ്ലീസ്റ്റ് 5 ഇയേഴ്സ്, മിനിമം 5 ഇയേഴ്സ് ആണ് അവർ പറയുന്നത്. അതുകൊണ്ടുള്ള എക്സ്പീരിയൻസ് പ്രൊഫൈലും അറ്റ്ലീസ്റ്റ് 5 ഇയർ ആയിട്ടുള്ള വർക്കിംഗ് എക്സ്പീരിയൻസ് നമ്മൾ കാണിക്കണം. അതുകൊണ്ട് ട്രാൻസിഷൻ ലൈൻ അല്ലെങ്കിൽ ലിഡാർ അതുകൊണ്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് എക്സ്പീരിയൻസും നോളജും ആവശ്യമുണ്ട്. നമ്മുടെ ലാസ്റ്റ് വേക്കൻസി വരുന്നത് ഡ്രാഫ്റ്റ്മാൻ എന്ന പോസ്റ്റിലേക്കാണ്. അതിൻ്റെ പേ സ്കെയിൽ 22,000 രൂപ മുതൽ 85,000 രൂപ വരെയാണ്. അതുകൊണ്ട് മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 32 വയസ്സാണ്. ഇതിലും അവർ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനും പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് പ്രൊഫൈലും എല്ലാം ചോദിച്ചിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ വരുന്നത് റെഗുലർ ആയിട്ടുള്ള 2 ഇയർ ITI ആണ്. അത് ഡ്രാഫ്റ്റ്മാൻ സിവിൽ അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ ഡ്രാഫ്റ്റ്മാൻ ആയിട്ട് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോർഡ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ക്വാളിഫിക്കേഷൻ വേണം. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ്, പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വേണ്ടത് അറ്റ്ലീസ്റ്റ് 5 ഇയേഴ്സ് ആണ് വേണ്ടത്. 5 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് വിത്ത് മന്ത്ലി സാലറി ഓഫ് 21,500, 21,500 രൂപയെങ്കിലും മിനിമം മന്ത്ലി ഗ്രോസ് വേജസ് ആയിട്ടുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് ജോലി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് കാണിക്കണം. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് പ്രൊഫൈൽ വേണ്ടതും അറ്റ്ലീസ്റ്റ് 5 ഇയർ ആണ്. ഇൻ ആർക്കിടെക്ട് ഓർ സ്ട്രക്ചറൽ കൺസൾട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു എഞ്ചിനീയറിംഗ് വർക്ക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ സ്ട്രക്ചറൽ കൺസൾട്ടൻറ്റോ ആർക്കിടെക്റ്റോ ആയിട്ടുള്ള ഒരു പോസ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഡ്രോയിങ്സ് റിലേറ്റഡ് ടു സിവിൽ ഓർ ഇലക്ട്രിക്കൽ വർക്ക് യൂസിങ് AutoCAD സോഫ്റ്റ്വെയർ, ഇതുപോലെ AutoCAD സോഫ്റ്റ്വെയർ മുതലായ കാര്യങ്ങളിൽ എക്സ്പീരിയൻസും നോളജും നമുക്ക് ആവശ്യമാണ്. പവർ ട്രാൻസ്മിഷൻ അതുപോലെ തന്നെ അവർ ഇതിനകത്ത് കുറച്ച് ഇൻഫർമേഷൻ ഇൻസ്ട്രക്ഷനും സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഓരോ പോസ്റ്റിലേക്കും വരുന്ന വേക്കൻസികളുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും അല്ലാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി അവർ പറയുന്നുണ്ട്. അതായത് ഈ ടീച്ചിങ് എക്സ്പീരിയൻസ്, ട്രെയിനിങ് പീരീഡ്, ഇന്റേൺഷിപ്പ്, അപ്രന്റീസ്ഷിപ്പ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും അവർ എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ എല്ലാ പോസ്റ്റിലേക്കും വേണ്ട ക്വാളിഫിക്കേഷൻ അവർ പറയുന്നതിന് എബോവ് ആയിരിക്കില്ല. മീൻസ് എഞ്ചിനീയറിംഗ് അങ്ങനെയുള്ള ഡിപ്ലോമ കോഴ്സസ് അല്ലാതെ എഞ്ചിനീയറിംഗ് പോലുള്ള ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇവർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസിനകത്ത് സാലറി 21,000 രൂപയെങ്കിലും കിട്ടിയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൂഫായിട്ട് നമ്മൾ സാലറി സ്ലിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് റിട്ടൺ ടെസ്റ്റും ട്രേഡ് ടെസ്റ്റും
ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ അവർ ഇൻഫോം ചെയ്ത് അങ്ങനെയായിരിക്കും സെലക്ഷൻ കാറ്റഗറി വരുന്നത്. ഇനി നമുക്ക് ഈ പോസ്റ്റിലേക്കൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓൺലൈനായിട്ടാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, ഓഫ്ലൈനായിട്ടല്ല. അതിന് അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ ആദ്യമേ രജിസ്റ്റർ ചെയ്യണം. നമ്മൾ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത് ആ രജിസ്ട്രേഷൻ നമ്പർ വെച്ചിട്ടാണ് ബാക്കി ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുള്ളത് ഓഗസ്റ്റ് 7 തൊട്ട് ഓഗസ്റ്റ് 29 വരെയാണ്. അതുകൊണ്ട് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. ജൂനിയർ എഞ്ചിനീയർ എന്ന പോസ്റ്റിലേക്ക് 300 രൂപയും സർവേയർ ഡ്രാഫ്റ്റ്മാൻ എന്ന പോസ്റ്റിലേക്ക് 200 രൂപയാണ് വേണ്ടത്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന വീഡിയോസ് എല്ലാം കാണാൻ പറ്റും. അതുകൊണ്ടുള്ള ഇത് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയില്ല, ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. ഫുൾ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.